ഇപ്പോൾ അത് സ്റ്റൂഡറുമായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് റാക്ക് ടൈപ്പ് ബാറ്ററീസ് ആണ്. എന്താ ഇതാണ് നമ്മുടെ സ്റ്റൂഡറിൻ്റെ എക്സ്റ്റൻഡർ 4000 VA ആണ്. 1 2 3 4 5 ഇൻവെർട്ടർ ഉണ്ട്. 2 VT80 ചാർജ് കൺട്രോളേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ്. അതെ ഇത് 40 kWh ബാറ്ററി ബാക്കാണ്. എന്താ ലോ വോൾട്ടേജ് സിസ്റ്റം ആണ് സ്റ്റൂഡറിൻ്റെ. സ്പൈഡർ ബാറ്ററിയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് ഉള്ളത്. ഇത് അവരുടെ പുതിയ സ്റ്റാക്ക് ടൈപ്പ് ബാറ്ററീസ് ആണ്. 5 kWh നമുക്ക് ഇത് സ്റ്റാക്ക് ചെയ്ത് 10 kWh ആക്കാം. ഞാനിപ്പോൾ 2 ബാറ്ററി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയും ബാറ്ററീസ് ഉണ്ട്. ഈ ബാറ്ററി ഒരു 1 ഹിറ്റാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനും റിപ്പീറ്റഡ് ആയിട്ട് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് 4000 സൈക്കിളിലും 6000 സൈക്കിളിലും ഒക്കെ ബാറ്ററി അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്റ്റൂഡറുമായിട്ട് കോമ്പാക്റ്റബിൾ ആണ്. ആ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാൻ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. എല്ലാ ബാറ്ററിയും മാനുഫാക്ചേഴ്സിനും അത് കിട്ടത്തില്ല. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് സ്പൈഡർ ബാറ്ററീസ്. പല വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇത് സ്റ്റാക്ക് ടൈപ്പ് ബാറ്ററീസ് ആണ്. ഇത് എത്ര കിലോ? 15 kilo. ദിസ് ഈസ് 15 kilo. നമ്മൾ ലാസ്റ്റ് ടൈം എടുത്ത ബാറ്ററിയെ പോലല്ല, അതിന് ഭംഗിയായിട്ട് ഉള്ളൊരു ബാറ്ററിയാണത്. എന്തായാലും അടിപൊളിയാണ്. ഇതാണ് 5 kWhന്റെ കേസിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് തുറന്ന് കാണാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ 3 ബാറ്ററി എടുക്കാൻ വേണ്ടി വന്നതാണ്. ചിലപ്പോൾ 2 എടുക്കുകയുള്ളൂ. നോക്കാം, സ്പേസ് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ എന്നെ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 10 kWh പ്രോജക്റ്റ് എറണാകുളത്ത് നടക്കുന്നുണ്ട്. അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ബാറ്ററിയാണ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റൂഡറിൻ്റെ ഇൻസ്റ്റലേഷൻ ആണ്. സ്റ്റൂഡറിൻ്റെ VT ചാർജ് കൺട്രോളറും പിന്നെ XMD 4000 5 ഇൻവെർട്ടറും വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. ഇവിടെ S-Powerന്റെ ബാറ്ററീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. കംപ്ലീറ്റ്ലി ഇവിടുത്തെ പവറും റൺ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിന് വഴിയാണ്. ആക്ച്വലി ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻവെർട്ടർ സ്റ്റൂഡറാണ്. അത് തീർച്ചയായിട്ടും അതിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി സ്റ്റൂഡർ ആൻഡ് S-Powerന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അറിയാലോ, ഇറ്റ്സ് എ സ്വിസ് മെയ്ഡ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് എ വെൽ ബിൽഡ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. എന്തായാലും ഈ മറ്റേ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സംഭവങ്ങളെ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ക്ലിയർലി റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റൂഡറിന്റെ സിസ്റ്റമാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഹൈ വോൾട്ടേജ് ബാറ്ററി വരുന്ന സ്പൈഡറിന്റെ. വളരെയധികം ഭംഗിയായിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടി. ആഹാ, ഇതാണ് നമ്മുടെ സ്റ്റാക്ക് ടൈപ്പ് ബാറ്ററീസ് വരുന്നത്. ഇതാണ് നമ്മുടെ വാൾ മൗണ്ടഡ് ബാറ്ററീസിൻ്റെ സെറ്റപ്പ്. ഈ ബാറ്ററിയുടെ റാക്ക് ടൈപ്പ് സിസ്റ്റത്തിൻ്റെ റാക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ S-Powerന്റെ സ്പൈഡർ പുതിയ 15 kWhന്റെ ബാറ്ററി. നമ്മൾ 14.8 kWhന്റെ ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ബിഗറാണ്. 310 AH ആണ് വരുന്നത്. ഇത് വന്നിട്ട് 8000 സൈക്കിളാണ് അതിൻ്റെ ലൈഫ് വരുന്നത്. വാട്ട് എ ബ്യൂട്ടി. ലിഥിയം സ്റ്റാക്ക് ബോണ്ട് ബാറ്ററീസ് ആണ്. 10 kWhന്റെ ബാറ്ററിയാണ് ലോഡ് ചെയ്യുന്നത്. ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ പർപ്പസ് തന്നെ. ഇതാണ് ലിഥിയം ബാറ്ററി ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനോട് ഇതേക്കാം.